ഹായ് നമസ്കാരം. ഇന്ന് ഞാനൊരു മീൻ കറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ട സാധനങ്ങൾ: 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഹാഫ് വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള അത്രയാണ് പുളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പേസ്റ്റ് ആക്കിയ ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് നല്ലപോലെ ഇളക്കി പച്ചച്ചോവ പോകുന്ന വരെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണ്, ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതിലും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്കൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല മണമായിരിക്കും. ഇനി നമുക്കതൊന്ന് മൂക്കുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കേട്ടോ. അതിനുശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നിട്ട് നമുക്ക് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മുരിങ്ങാക്കോലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിൽ കടന്നൊരു ഹാഫ് വേവ് ആവട്ടെ. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം, എന്നാലേ മുരിങ്ങാക്കോലിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ കേട്ടോ. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റയാണ് മീൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് മീനും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. അങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മീനെല്ലാം വെന്തിട്ടുണ്ട്. മീൻ കറി റെഡിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് 2 കറി ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.